നല്ല തിരക്കാണ് കേട്ടോ. ഇവിടുത്തെ തിരക്കുണ്ട് കഴിഞ്ഞാൽ വെറുതെ കൊടുക്കണ പോലെ തന്നെ കൊടുക്കണത്. 500 അത് ഐഫോൺ മൂടി വെച്ചിട്ടുണ്ട്. എൻ്റെ മുന്നിലാവേ എത്ര റുപ്യെന്നാവും ഐഫോൺ എന്താ വില? നേരത്തെ നമ്മൾ ഒഴിവാക്കിയിട്ട് പോയ ആ റൂട്ടാണിത്. നല്ല തിരക്കാണ്. അവിടെ എന്താണ് കച്ചവടം നോക്കട്ടെ. ഫോണാണ്. എന്താ വില? എന്താ വില? ചോദിക്കണ്ടേ? ഇവിടെ ഇത്ര തിരക്ക് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ്സ് ഫോണാണ്. വീഡിയോ എടുക്കരുത് എന്ന് പറയുന്നുണ്ട്. ഉണ്ടോ? എത്ര റുപ്യക്കാണെങ്കിലും ഫോൺ കിട്ടും. പക്ഷെ നമുക്ക് ക്യാമറ ഓണാക്കി പിടിച്ചിട്ട് അവർക്ക് പോകാൻ പറ്റില്ല. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹിൽ കാച്ചർ എന്ന മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് തിരൂർ ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ വെള്ളിയാഴ്ച ഫ്രൈഡേ മാർക്കറ്റ് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് ഇവിടെയുള്ള ഷോപ്പുകളെല്ലാം അവധിയായിരിക്കും വെള്ളിയാഴ്ച. അതുകൊണ്ട് തന്നെ പുറത്തുള്ള കച്ചവടക്കാർ വന്നിട്ട് എന്താ പറയുക, ആ ഒരു തിരക്കും ബഹളവും കാര്യങ്ങളും ആ ഒരു കച്ചവടവും ഒന്നും പറയാനില്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോണൊക്കെ റോട്ടിലിട്ട കച്ചവടം ചെയ്യും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതുള്ളൂ. നമുക്ക് എന്തായാലും അതിലേക്ക് കയറിയിട്ടില്ല കേട്ടോ. ഇവിടെ ഒരുപാട് ജീൻസ് നല്ല വില കുറവാണ് കേട്ടോ. 200 രൂപ പറയുന്നുള്ളൂ. ഷർട്ടുകൾ കൊണ്ട് കൂമ്പാരാണ്. ഫ്രൈഡേ മാർക്കറ്റ്. അതായത് ഇന്നലെ ഞാനിവിടെ വന്നപ്പോഴൊന്നും ഇതുപോലുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള മൊബൈൽ ഷോപ്പുകൾ മൊത്തം ഇന്ന് ലീവാണ്. ഫ്രൈഡേ ആയി കഴിഞ്ഞാൽ എല്ലാ മൊബൈൽ ഷോപ്പുകളും ലീവായിരിക്കും. അതുപോലെ തന്നെ അപ്പോൾ പുറത്തുനിന്നുള്ള ഒരുപാട് കച്ചവടക്കാർ ഇവിടെ വന്നിട്ട് ആ ടൈമിന് കച്ചവടം ചെയ്യും. അതാണ് ഇവിടുത്തെ ഫ്രൈഡേ മാർക്കറ്റ് തിരൂർ. അടിപൊളി ഷർട്ടുകളുണ്ട്. എന്താ റേറ്റ് വരുന്നത് ഷർട്ട്? 300. ഷർട്ട് 300 രൂപ വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷർട്ട് തന്നെ വരുന്നത്. ഇന്ന് നമുക്ക് ധൈര്യമായിട്ട് വെള്ളം ഒഴിക്കാം. വിഷയമില്ലാത്ത എല്ലാ ഷോർട്സ് ഏതെടുത്ത് കഴിഞ്ഞാലും 100 കേട്ടോ. കുഴപ്പമില്ലാത്ത ക്ലോത്ത് തന്നെയാണ്. ഞാനൊരു ഷോർട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇവിടെ എന്താ പരിപാടി? ട്രൈപ്പോഡൊക്കെ കണ്ടോ? എന്താ വില ട്രൈപ്പോഡ്? 250 രൂപ. 250 രൂപയ്ക്ക് ട്രൈപ്പോഡ്. എന്ത് സാധനം ആയിക്കോട്ടെ, ഫോണായിക്കോട്ടെ, മൾട്ടിമീഡിയ ഗാഡ്ജറ്റ്സ് ആയിക്കോട്ടെ, ക്ലോത്ത്, തുണികളായിക്കോട്ടെ, എന്ത് ഐറ്റംസ് ആയിക്കോട്ടെ, ഇങ്ങോട്ട് പോര്. തിരൂര് വെള്ളിയാഴ്ച മാർക്കറ്റ് ഇങ്ങോട്ട് പോര്. നമ്മളിൽ കൂടുതലായിട്ട് അങ്ങനെ വില ചോദിക്കുന്നില്ല. പൈസ അമ്പോ ഭയങ്കര റഷാണ്. നല്ല തിരക്കാണ് കേട്ടോ. എല്ലാം പുറത്തുള്ള കച്ചവടക്കാരാണ്. ഡ്രസ്സ് തന്നെയാണ് മെയിനായിട്ട്. നമുക്ക് തിരിച്ച് വരുമ്പോൾ അപ്പുറത്ത് കൂടെ വരാം. അപ്പുറത്താണ് ഒരുപാട് ഐറ്റംസ് അല്ല. മൊബൈൽസൊക്കെ വരുന്നുണ്ട് തോന്നണം. ഞാനൊരു പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഫോണ് എന്തോ ഒരു തോർത്തുകൊണ്ടൊക്കെ പിടിച്ചിട്ട് ഏതെടുത്താലും 500 കോമഡി ആയിരുന്നു. അതുപോലെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അതുപോലെ 500-ന് 1000-നൊക്കെ അവിടെ ഫോണ് കിട്ടും. ഈ ദിവസം വന്നു കഴിഞ്ഞാൽ നോക്കട്ടെ. നേരത്തെ നമ്മൾ ഒഴിവാക്കിയിട്ട് പോയ ആ റൂട്ടാണിത്. നല്ല തിരക്കാണ്. അവിടെ എന്താണ് കച്ചവടം നോക്കട്ടെ. ഫോണാണ്. എന്താ വില? എന്താ വില? ചോദിക്കണ്ടേ? ഇവിടെ ഇത്ര തിരക്ക് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ്സ് ഫോണാണ്. വീഡിയോ എടുക്കരുത് എന്ന് പറയുന്നുണ്ട്. ഉണ്ടോ? എത്ര റുപ്യക്കാണെങ്കിലും ഫോൺ കിട്ടും. പക്ഷെ നമുക്ക് ക്യാമറ ഓണാക്കി പിടിച്ചിട്ട് അവർക്ക് പോകാൻ പറ്റില്ല. അതൊക്കെ ഏതെടുത്ത് കഴിഞ്ഞാലും ചിലപ്പോൾ 100-150 ഒക്കെ ഉണ്ടാവുള്ളൂ. അതൊക്കെ എന്താ വിലക്കാ? അത് 300. ഇതോ? ഇതിലേറ്റവും കുറവുള്ള ഏതാ? എത്ര? 2000 രൂപ. വിവോ 2000 രൂപ. നല്ല തിരക്കാണ് കേട്ടോ. ഇവിടുത്തെ തിരക്കുണ്ട് കഴിഞ്ഞാൽ വെറുതെ കൊടുക്കണ പോലെ തന്നെ കൊടുക്കണത്. 500 അത് ഐഫോൺ മൂടി വെച്ചിട്ടുണ്ട്. എൻ്റെ മുന്നിലാവേ എത്ര റുപ്യെന്നാവും ഐഫോണിന് എന്താ വില? ഈ ഐഫോണിന് എന്താ വില? 13. ഏതാണ്? എക്സസ് മാക്സ് 13 റുപ്യ. കുറഞ്ഞത് വേറെ ഒന്നുമില്ല. ഏതാ? എക്സോ 7+ ഉണ്ടോ?
7+ ഇല്ല. അപ്പോൾ 7-8 ആ ഒരു റേഞ്ചിക്ക് ഐഫോൺ ഉണ്ട് കേട്ടോ. എവിടെയെങ്കിലും കാണാൻ കഴിയുമോ ഇതുപോലെ ഫുട്പാത്തിലിട്ടിട്ട് ഐഫോൺ കച്ചവടം? അത് 7 റുപ്യ പറഞ്ഞ സാധനമൊക്കെ നമ്മളൊന്ന് അടിച്ച് കഴിഞ്ഞാൽ 5 റുപ്യക്ക് കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്ര ദിവസം വർക്ക് ചെയ്യുന്ന അവർക്ക് പോലും പിടുത്തുണ്ടാവില്ല. അങ്ങനത്തെ ഐറ്റംസുകളാണ് കേട്ടോ. പക്ഷേ ഭാഗ്യം പോലെ ഇരിക്കും. സെക്കൻഡ്സ് യൂസ് ചെയ്യുമ്പോഴും നമ്മളെടുക്കുമ്പോഴും ഭാഗ്യം പോലെ ഇരിക്കും. ചിലപ്പോൾ നല്ലത് ആ ഒരു റേഞ്ചിക്ക് ഒരിക്കലും നമുക്ക് സാധനം കിട്ടില്ല. അത് വേറെ കേസ്, അതെല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മളത് യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. വാങ്ങിയിട്ട് ഒന്നിനും പറ്റാതെ പിന്നെ വലിച്ചെറിയാനേ പറ്റുള്ളൂ, പിന്നെ വല്ല പട്ടിനെ അറിയാനേ പറ്റുള്ളൂ. യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും. ഇവിടെ അതാ ജീൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടെ കൂടുതലായിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവരുടെ അടുത്ത് ഇതിങ്ങനെ തൂക്കി പിടിച്ചിട്ട് വീഡിയോ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ പ്രാന്താവും. ഒരുമാതിരി റോങ് മെൻറ്റാലിറ്റി കാണിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ ആ പരിപാടി നിർത്തി. ഇതെല്ലാം ചോദിക്കുന്ന പരിപാടി നിർത്തി. അതിലെന്താ അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് എനിക്കറിയില്ല. ഞാനെന്തായാലും അതിലേക്ക് കാലത്തിലേക്ക് ഇറങ്ങി ചെല്ലണില്ല, അതിൻ്റെ ആവശ്യമില്ല. റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. മാർക്കറ്റിൽ നിന്ന് പുറത്തോട്ട് കടന്നിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ ഒരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫർ ഇല്ലാതെ നടക്കില്ല. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഭയങ്കര കോമ്പറ്റീഷനാണ്. ഏത് രീതിയിലാണെന്നുണ്ടെങ്കിൽ കേട്ടോ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ കുറച്ച് പാടാണ്. നേരെ മറിച്ച് ലാഭത്തിൽ നമുക്ക് കസ്റ്റമേഴ്സിന് ലാഭത്തിൽ സാധനം കിട്ടും. പക്ഷേ കച്ചവടക്കാർക്ക് കുറച്ച് ചൊറയാണ് കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമ്മളെന്തായാലും ഇവിടുന്ന് വിട പറയാൻ പോവാണ്. ഇവിടുന്ന് തെറിക്കാൻ പോവാണ്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണോ നേരെ പെട്ടെക്കണോ? देखो क्या प्रॉब्लम खाने के लिए खाएगा हैं? हिंदी है ना? हिंदी हिंदी मालूम है? खाना खाना पानी है? खाना खाएगा. ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ ബോധമില്ലാത്തവരായിക്കോട്ടെ ബുദ്ധിയില്ലാത്തവരായിക്കോട്ടെ ഇതുപോലെയുള്ള ഒരുപാട് പേരെ നമ്മൾ കാണാറുണ്ട് അല്ലേ? ഇയാളെ ഞാനിവിടെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റേഷനിലെത്തുമ്പോൾ അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് പഴക്കമുള്ള ഫുഡുകൾ എടുത്തിട്ട് അതിൽ നിന്ന് ഇയാൾക്ക് പറ്റിയ ഫുഡുകളൊക്കെ എടുത്ത് കഴിക്കുക. വിശപ്പാണ്, കാരണം വിശപ്പാണ്. പക്ഷേ ആളെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ജന്മനാ ബുദ്ധി ഇല്ലാത്തവരായിട്ട് തോന്നുന്നില്ല. പിന്നെ ഒരൊറ്റ ചാൻസേ ഉള്ളൂ, ബോധം. അത് തീരെയെന്ന് പറഞ്ഞാൽ തീരെയില്ല. കാരണം ഓരോരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ബുദ്ധിയുടെ കുറവല്ല, ബോധത്തിൻ്റെ കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ സഹായിക്കാം. നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ആ ഒരു വേസ്റ്റൊക്കെ പെറുക്കി തിന്നുമ്പോൾ കാണുമ്പോൾ നമുക്കെന്തെങ്കിലും ഒരു ഇടങ്ങേറ്, നമ്മളും മനുഷ്യന്മാരാണല്ലോ, ആ ഒരു ഇടങ്ങേറ് കണ്ടിട്ട് നമ്മൾ സഹായിക്കാൻ പോയി കഴിഞ്ഞാൽ തിരിച്ചെങ്ങനെ ഇയാൾ റിയാക്ട് ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കേട്ടോ. എന്നിരുന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരും അങ്ങനെ കയറി ചെന്ന് സഹായിക്കാൻ നിൽക്കരുത്. കാരണം തിരിച്ചെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റൂല. ഓക്കെ, സാഹചര്യങ്ങളൊക്കെ നോക്കി കൂടെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം സഹായിക്കാനൊക്കെ നിൽക്കുക. അല്ലെങ്കിൽ സഹായിക്കാൻ എത്തിക്കഴിഞ്ഞാൽ നല്ല ചിമിട്ടം പണിയായിരിക്കും തിരിച്ചു കിട്ടുക. അപ്പോൾ എന്തായാലും നമ്മൾ ഷൊർണൂർ എത്തിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് സൈനിങ് ഓഫ് പറയാൻ പോവാണ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നൈസായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.